ഓണം എക്സാമിന് വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ മക്കൾക്ക്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾ 80 മാർക്കിന് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവാണല്ലേ. കുറെ പേര് എക്സൈറ്റഡ് ആയിരിക്കും, കുറെ പേർക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. ഈ ടെൻഷനുള്ള മക്കൾക്ക് ടെൻഷൻ അടിക്കുന്നതൊക്കെ നല്ലതാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എക്സാമും ഈസി ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് അറിയാം. ഇനി നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുണ്ട്. ഇപ്പോൾ മാത്സിലെ കാര്യം എടുക്കുകയാണെങ്കിൽ 5ാമത്തെ ചാപ്റ്ററായി റേഷണൽ മൾട്ടിപ്ലിക്കേഷനിലെ സ്റ്റാർട്ടിങ് മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ ചാപ്റ്ററാണ് ഒഴിവാക്കും, നൈസായിട്ട് ഒഴിവാക്കും. 4 ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് പോകും. അങ്ങനെ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് അല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കും ഒരു ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം കഴിഞ്ഞാൽ അതിന്റെ ഓർ ക്വസ്റ്റ്യൻ വേറൊരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റി മക്കളെ. ഒരേ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ആണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങളുടെ സിലബസ് കൃത്യമായി പഠിച്ചു പോകുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം വരുമ്പോഴും എക്സാമിനർ ഫാമിലി കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. സോ ഇനിയുള്ള ആ ദിവസങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകണം എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് മൺഡേ കൃത്യം 7 മണിക്ക് എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഒരു ഫൈനൽ ഇവന്റുമായിട്ട് അടിപൊളിയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്നതിലേക്ക് സഹായിക്കാനായിട്ട് നമ്മൾ വരുന്നുണ്ട്. സോ എല്ലാ മക്കളും ഈ ഒരു ഷോർട്സ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് അയച്ചു വിടുക. നമുക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളും നമ്മളും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചരിത്രം സൃഷ്ടിക്കാൻ പറ്റും. നാളത്തെ ഹീറോസ് നിങ്ങൾക്ക് മുന്നിലേക്ക്. അതായത് ഒരുപാട് പേര് നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ മാർക്ക് വെച്ച് ജഡ്ജ് ചെയ്യുന്നുണ്ടാവും അല്ലേ. സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, 8ാം ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവാം. അത് വെച്ചിട്ട് ചിലപ്പോൾ ജഡ്ജ് ചെയ്യുന്ന വീട്ടുകാരോ നാട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിലേക്ക് ധൈര്യമായി നെഞ്ചും വിരിച്ച് കിടന്ന് ചെല്ലാനുള്ളൊരു ചാൻസ് ആണ് മക്കളെ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെ മുതലെടുക്കാം, എങ്ങനെ യൂസ് ചെയ്യാം എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ മറക്കണ്ട, ഡേറ്റ് മറക്കണ്ട, ടൈം മറക്കണ്ട. കാരണം അന്നത്തെ ദിവസം ലൈവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് 7:30. സോ ഈ ഇവന്റ് നടക്കുന്നത് 7 മണിക്കാണ്. എല്ലാ മക്കളും ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ്. സോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ എത്ര പേര് ഈ ഒരു ഇവന്റിന് റെഡി ആണെങ്കിൽ റെഡി എന്നൊന്ന് കമന്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.